എല്ലാവർക്കും നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ബഡ്ജറ്റ് മാനുവലിൻ്റെയും 48ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ 2024 ജനുവരിയിലെ PSC അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 24, 25, 26 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മറ്റ് പേപ്പറുകളേക്കാൾ അപ്പുറത്ത് കേരള ഫിനാൻഷ്യൽ കോഡിനെ അല്പം കൂടി ഗൗരവത്തിൽ നമ്മൾ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ക്ലാസ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്കഷൻ കേട്ട് ചോദ്യം ഉത്തരം അല്ല മനസ്സിലാക്കേണ്ടത്, അതിലെ ആ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് മറ്റൊരു രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പം അങ്ങനെ ഒരു 6-7 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ കണ്ടന്റ് കൂടുതൽ കിട്ടും. അല്ലാതെ വെറുതെ നമ്മൾ ജസ്റ്റ് പുസ്തകം വായിച്ചോ ആൻസർ അത് പുസ്തകം നോക്കി കണ്ടുപിടിച്ചോ ഒന്നും പെട്ടെന്ന് ഒരു ടച്ച് ഇല്ലാതെ KFC പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് KSR ഓക്കെയാണ്, KTC ഓക്കെയാണ്, ഇൻട്രൊഡക്ഷനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ KFCയുടെ കാര്യത്തിൽ നമ്മൾ ഇത്തിരി ഏറ്റവും ഗൗരവം കൊടുക്കേണ്ട പേപ്പർ ഫിനാൻഷ്യൽ കോഡിൻ്റെ പേപ്പറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ചോദ്യം കേൾക്കണം, അതിനനുസരിച്ച് നമുക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം പൊതുവെ വലിയ കുഴപ്പമില്ല, സിമ്പിൾ ചോദ്യമാണ്. നിയമനിർമ്മാണ സഭയോടുള്ള ഹൗ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റീവ് ഈസ് സെക്യൂർഡ് ത്രൂ. അതായത് നിയമനിർമ്മാണ സഭയോടുള്ള എക്സിക്യൂട്ടീവിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം എങ്ങനെയാണ് സുരക്ഷിതമാക്കുന്നത്. അപ്പോൾ നിയമസഭാ നിർമ്മാണ സഭയാണ് ഈ കാര്യങ്ങളൊക്കെ, അതായത് നിയമസഭയോ ലോകസഭയോ ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ അത് നടപ്പിൽ വരുത്തേണ്ടത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഈ നിയമസഭയുടെ തീരുമാനങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ എക്സിക്യൂട്ടീവിൻ്റെ ഒരു സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സുരക്ഷിതമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ കൺട്രോളറുടെയും ഓഡിറ്റർ ജനറലിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സിക്യൂട്ടീവ് അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം നിയമസഭയോട് കാണിക്കുന്നത്. അപ്പോൾ നിയമസഭ തീരുമാനിച്ചാൽ പോരാ, എക്സിക്യൂട്ടീവ് ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അത് ഓഡിറ്റ് ചെയ്യണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സാമ്പത്തിക ഉത്തരവാദിത്വം നമുക്ക് സുരക്ഷിതമായി കാണിക്കാൻ പറ്റുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 206(1) പ്രകാരം ഡാഷ് സംസ്ഥാനത്തിന്റെ വിഭവങ്ങളിൽ അപ്രതീക്ഷിതമായ ആവശ്യം നിറവേറ്റുന്നതിന് ഗ്രാന്റ് നൽകാൻ ആഗ്രഹമുണ്ട്. ചോദ്യം ഇതാണ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 206(1) പ്രകാരം അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾ, സംസ്ഥാനത്തിന്റെ അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഗ്രാന്റ് നൽകാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് 206(1) പ്രകാരം ഗ്രാന്റ് നൽകാൻ അധികാരമുള്ളത് നിയമസഭയ്ക്കാണ്. അതിന്റെ ആൻസർ നിയമസഭയ്ക്കാണ്. അപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സംസ്ഥാനത്ത് മുൻകൂട്ടി കാണാത്ത ഏതെങ്കിലും വലിയ പ്രകൃതി ദുരന്തമോ അടിയന്തര സാഹചര്യമോ ഉണ്ടാകുന്നു എന്ന് കരുതുക. ഈ അപ്രതീക്ഷിത പ്രതിസന്ധിയെ നേരിടാൻ സാധാരണ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പണം അനുവദിക്കുന്നതിനായി നിയമസഭ പ്രത്യേക ഗ്രാന്റുകൾ പാസാക്കുകയും സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ അധികാരം നൽകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രാന്റ് നൽകാൻ അധികാരമുള്ളത് നിയമസഭയ്ക്കാണ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ നിയമസഭ ബജറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഉള്ള മുൻകൂർ ഗ്രാന്റുകൾ നമ്മൾ വോട്ട് ഓഫ് ക്രെഡിറ്റിലൂടെ നൽകും. അപ്പോൾ അടിയന്തരമായിട്ടുള്ളതും അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തുക പിൻവലിച്ച് ഉപയോഗിക്കാൻ നിയമസഭയ്ക്കാണ് അനുമതി നൽകാനുള്ള
അവകാശം. ഇതാണ് ഈ ചോദ്യം. ഇനി അടുത്ത ചോദ്യം. ക്യാഷ് ബുക്ക്, ക്ലാസിഫൈഡ് ലെഡ്ജർ, ഫർണിച്ചർ എന്നിവയുടെ സ്റ്റോക്ക് രജിസ്റ്റർ, ട്രഷറി റെമിറ്റൻസ് ബുക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രേഖകളുടെ നാശത്തിന്റെ കാലയളവ്, എത്ര കാലയളവിനുള്ളിലാണ് ഇത് നശിപ്പിക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ ഓരോ രജിസ്റ്ററുകളിലും നശിപ്പിക്കാവുന്ന കാലാവധിയുണ്ട്. 1 വർഷം കഴിഞ്ഞ് നശിപ്പിക്കാവുന്നത്, 3 വർഷം, 5 വർഷം, 10 വർഷം, 20 വർഷം, തീരെ നശിപ്പിക്കാൻ പാടില്ലാത്തത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ബുക്ക്, ക്ലാസിഫൈഡ് ലെഡ്ജർ, ഫർണിച്ചർ എന്നിവയുടെ ഫർണിച്ചറുകളുടെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ, ട്രഷറി റെമിറ്റൻസ് ബുക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നാശം എത്ര കാലയളവിനുള്ളിൽ അത് നശിപ്പിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ, അവ ദേ ഷുഡ് ഓൺ നോ അക്കൗണ്ട് ടു ബി ഡിസ്ട്രോയിഡ്. യാതൊരു കാരണവശാലും ഇവ നശിപ്പിക്കരുത് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. സ്ഥിരമായ അഡ്വാൻസ്, അതിനാണല്ലോ നമ്മൾ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. പിന്നെ പുസ്തകങ്ങളുടെ സ്റ്റോക്ക്, ഫർണിച്ചറുകൾ മുതലായവയുടെ അംഗീകാരം അക്കൗണ്ടന്റ് ജനറലിന് അയക്കേണ്ടത്. The acknowledgement of permanent advance, stock of books, furniture, etc. are to be sent to the accountant general only എന്ന് അയക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അവയ്ക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 15 ഇതിന്റെ നമുക്കൊരു വിശദീകരണം നോക്കേണ്ടതുണ്ട്. ഒരു മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഓഫീസിലെ ആസ്തികളുടെയും അഡ്വാൻസുകളുടെയും കണക്കെടുപ്പ് പൂർത്തിയാക്കണം. തുടർന്ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് ഒരു 15 ദിവസത്തിനകം, അതായത് ഏപ്രിൽ 15 ഈ കണക്കുകൾ അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം എന്നാണ് ചട്ടം പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സ്ഥിരമായ അഡ്വാൻസ് അഥവാ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കാർ ഓഫീസിന്റെ ചെറിയ രീതിയിലുള്ള ദൈനംദിന ചെലവുകൾക്കായിട്ട്, അപ്പൊ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള അനുവദിച്ചിട്ടുള്ള പെർമനന്റ് അഡ്വാൻസിന്റെ, ഇപ്പൊ പെർമനന്റ് ഒരു ഉദാഹരണം 5000 രൂപ, അത് അതിന്റെ കൈവശാവകാശവും അതിന്റെ സാക്ഷ്യപത്രവും എല്ലാ വർഷവും ഏപ്രിൽ 15 ഏജിക്ക് അയക്കണം. ഇനി പറഞ്ഞിട്ടുള്ള സാധനം ഫർണിച്ചറും സ്റ്റോക്കുമാണ്. അത് ഫർണിച്ചറും സ്റ്റോക്ക് ഓഫ് ബുക്സും അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫീസിലെ മേശ, കസേരകൾ, അലമാരകൾ, റെഫറൻസ് പുസ്തകങ്ങൾ ഇവയുടെ സ്റ്റോക്ക് രജിസ്റ്റർ പരിശോധിച്ച് സാധനങ്ങൾ കേടുപാടുകൾ കൂടാതെ ഓഫീസിൽ കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമുള്ള വാർഷിക റിപ്പോർട്ട് ഏപ്രിൽ 15 അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കുന്നു. ഇപ്പൊ എന്തിനു വേണ്ടി എങ്ങനെ സമർപ്പിക്കുന്നത്? ഇതുവഴിക്ക് സർക്കാർ വസ്തുക്കളുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതാണ് ചോദ്യം, അതിന്റെ വിശദീകരണവും. അടുത്ത ചോദ്യം. Which legislature committee to satisfy itself that the monies shown in the accounts as having been disbursed were legally available for the applicable to the services of purpose to which they have been applied or charged to. അതായത് അക്കൗണ്ടുകളിൽ കാണിച്ചിരിക്കുന്ന പണം ബാധകമായ അവയെ അപേക്ഷിച്ചതോ ഈടാക്കിയതോ ആയ സേവനങ്ങൾക്ക് നിയമപരമായി ലഭ്യമാണെന്ന് സ്വയം തൃപ്തിപ്പെടുത്താൻ ഏത് നിയമസഭാ സമിതിയാണ്? നമുക്കറിയാം, നിയമസഭാ സമിതികൾ ഒരുപാടുണ്ട്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഉണ്ട്, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്, സബ്ജക്റ്റ് കമ്മിറ്റി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോ ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കാണ്. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക, ശ്രദ്ധിച്ച് കേൾക്കണേ, സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക നിയമപരമായി അനുവദിക്കപ്പെട്ട ആവശ്യങ്ങൾക്ക് തന്നെയാണോ ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കുന്ന, കേട്ടല്ലോ, പ്രധാന പാർലമെന്ററി നിയമസഭാ സമിതിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന്
ചെലവഴിച്ചിട്ടുള്ള തുക നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് തന്നെയാണോ ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കുന്ന നിയമസഭാ സമിതിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അക്കൗണ്ടുകളിൽ കാണിച്ചിരിക്കുന്ന തുക ബന്ധപ്പെട്ട നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി ആ സേവനത്തിനായി നിയമപരമായി ലഭ്യമാക്കപ്പെട്ടതാണെന്ന് ഈ സമിതി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണത്തോടു കൂടി അത് പറയാം. നമുക്കൊരു സർക്കാരിന്റെ ഒരു വകുപ്പ് അല്ലെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണത്തിനായി നിയമസഭ അനുമതി നൽകിയ തുകയേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ആ ഫണ്ട് അനുമതിയില്ലാത്ത മറ്റൊരു പദ്ധതിക്കായി വകമാറ്റി ചെലവഴിക്കുകയോ ചെയ്തു എന്ന് കരുതുക. രണ്ടിലെ ഒരു സാഹചര്യമാണ്. ഒന്നുകിൽ സർക്കാർ അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചു, അല്ലെങ്കിൽ ആ ഫണ്ട് അനുമതിയില്ലാതെ മറ്റൊരു പദ്ധതിക്ക് വകമാറ്റി ചെലവഴിച്ചു. ഇത് അനധികൃതമാണ്. അങ്ങനെ ഈ അനധികൃത അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടുള്ള ഈ ചെലവ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യും. തുടർന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ വിഷയം വിശദമായി പരിശോധിക്കും. ആ പണം നിയമപരമായി ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അർഹതയുണ്ടായിരുന്നോ എന്നും ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി വിലയിരുത്തുകയും സർക്കാരിന്മേൽ മേൽനോട്ടം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ഇത്തരത്തിലുള്ള പണം വിനിയോഗം ഓഡിറ്റ് നടത്തപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കണ്ടെത്തിയാൽ അടുത്തത് അത് റിപ്പോർട്ട് ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കാണ്. ആ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പിന്നീട് വിശദമായി പരിശോധിക്കുന്നത്. ക്ലിയർ അല്ലേ ചോദ്യം? കണ്ടന്റ് മനസ്സിലാക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത്? അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക നിയമപരമായ ആവശ്യങ്ങൾക്ക് തന്നെയാണോ ഉപയോഗിച്ചതെന്ന് പരിശോധിക്കുന്ന പ്രധാന പാർലമെന്ററി സമിതിയാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അടുത്ത ചോദ്യം. ഇവിടെ പറഞ്ഞ ചോദ്യത്തില് താഴെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തില് ഒരാൾ ഒഴികെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ വഹിക്കാൻ അധികാരമുണ്ട്. 4 പേരിൽ 3 പേർക്കും അതിനുള്ള അർഹതയുണ്ട്. ഒരാൾ ആരാണ്? അതിന് അർഹതയില്ലാത്ത, അംഗീകാരമില്ലാത്ത ആരാളാണ്? സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ നമ്മൾ നോക്കുക, എക്സൈസ് കമ്മീഷണറാണ്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ. ഇത് ഓരോരുത്തരെ പറ്റിയും നമുക്ക് നോക്കണം. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ, രഹസ്യ സേവന ചെലവ് വഹിക്കാൻ അധികാരം ഇല്ലാത്തയാളാണ്. അപ്പൊ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുക. അപ്പോൾ നമ്മൾ ഇതെന്താന്ന് വെച്ചാൽ ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വകുപ്പുകളിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനോ അപ്പോൾ അത്തരത്തിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ നിയമപരമായ രഹസ്യ അന്വേഷണങ്ങൾ നടത്തുന്നതിനോ ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ അനുവദിക്കും. അപ്പോൾ അത്തരത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് രഹസ്യ സേവനം, അപ്പൊ ഇത്തരത്തിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കണമെങ്കിൽ അതിന് പണച്ചെലവുണ്ടാവും തീർച്ചയായിട്ടും. ആ ചെലവ് രഹസ്യ സേവന ചെലവ്, സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അത് സാധാരണ ഓഡിറ്റിന് ബാധകവുമില്ല, അങ്ങനത്തെ ചെലവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഉദ്യോഗസ്ഥരുടെ വകുപ്പ് നമുക്കൊന്ന് നോക്കാം, അങ്ങനെ എന്തൊക്കെയാണ്. ഇപ്പൊ എക്സൈസ് കമ്മീഷണറാണ് ആദ്യത്തെ ഓപ്ഷൻ. എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത് ഈ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ അനധികൃത കടത്തുകള്, വ്യാജ മദ്യ നിർമ്മാണം എന്നിവരെ കുറിച്ചൊക്കെ രഹസ്യ വിവരം ശേഖരിക്കാനും റെയ്ഡുകൾ നടത്താനും ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ എക്സൈസിലെ ഉദ്യോഗസ്ഥനാണ് എക്സൈസ് കമ്മീഷണർ. അപ്പോൾ അങ്ങനെ എക്സൈസ് കമ്മീഷണർക്ക് ഇത്തരം റെയ്ഡുകളും രഹസ്യങ്ങളും ഒക്കെ ശേഖരിക്കണമെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ അതിന് ഈ സീക്രട്ട് സർവീസ് ഫണ്ട് ഉപയോഗിക്കാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. അദ്ദേഹം ഈ വനനശീകരണം, വന്യജീവി വേട്ടയാടല്, തടിയുടെ കള്ളക്കടത്ത് എന്നിവ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിനും ഇതുപോലെ സീക്രട്ട് സർവീസ്
കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അയാൾക്കും ഇതിന് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ വരും. മൂന്നാമത്തെ ആള് ഹയർ സെക്കൻഡറി ഡയറക്ടറാണ്, വിദ്യാഭ്യാസ ഡയറക്ടർ. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ പരീക്ഷാ നടത്തിപ്പിലെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം. ഹയർ സെക്കൻഡറി ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പരീക്ഷാ നടത്തിപ്പിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ രഹസ്യ അന്വേഷണങ്ങൾക്കും ഉപയോഗിക്കണം. ആ ഫണ്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ. അപ്പൊ 3 പേർക്കും ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ വേണം, ഉപയോഗിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരെ. എന്നാൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ കൈകാര്യം ചെയ്യുന്നത് സാധാരണയായിട്ട് ലാൻഡ് റവന്യൂ, ഭൂമി പതിച്ചു നൽകല്, ഭൂമി റവന്യൂ റിക്കവറി തുടങ്ങിയ പൊതുവായ ഭരണകാര്യങ്ങളാണ്. ഇവിടെ കുറ്റാന്വേഷണ സ്വഭാവത്തിലുള്ള രഹസ്യ വിവരണ ശേഖരണമോ അല്ല മറ്റ് ഏജൻസികളെ പോലെ രഹസ്യ ഫണ്ട് വിനിയോഗിക്കേണ്ട സാഹചര്യങ്ങളോ സാധാരണഗതിയിൽ ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അല്ല. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതെല്ലാം അലവൻസുകളാണ് കോടതി ഉത്തരവിലൂടെ അറ്റാച്ച്മെന്റിൽ നിന്ന് ഒഴിവാക്കുന്നതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്? അപ്പൊ കോടതി ഉത്തരവിലൂടെ നമുക്ക് റിക്കവറി നടത്താൻ പാടില്ലാത്ത അലവൻസുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തരം യാത്രാ അലവൻസുകളും എല്ലാത്തരം ഗതാഗത അലവൻസുകളും വീട്ടുവാടക അലവൻസ് ഇതെല്ലാം ഇവിടെ ആൻസർ എല്ലാം എന്നാണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ. ഇതിൽ നിന്നും കോടതി ഉത്തരവിലൂടെ പണം പിടിച്ചെടുക്കാൻ പാടില്ല, റിക്കവറി നടത്താൻ പാടില്ല. അപ്പോൾ ഒരു കോടതി ഉത്തരവ് വഴിയോ സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് തുക ഈടാക്കുന്നതിനാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. കോടതി ഉത്തരവിലൂടെ സർക്കാർ ജീവനത്തിന്റെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി നടത്തുന്നതിനാണ് നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ജീവനക്കാരന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത ചെലവുകൾക്കും വേണ്ടി സർക്കാർ നൽകുന്ന ചില പ്രത്യേക അലവൻസുകൾ അറ്റാച്ച്മെന്റിൽ നിന്ന് നിയമപരമായി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഒന്ന് യാത്രാ ചെലവാണ്. അപ്പൊ ഈ യാത്രാ ചെലവ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ ജീവനക്കാരന് നൽകുന്ന യാത്രാപ്പടിയാണ്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ യാത്ര ചെയ്യുമ്പോൾ TA കൊടുക്കാറുണ്ട്. ഇത് ജീവനക്കാരന്റെ സ്വന്തം കടം വീട്ടാനോ കോടതി ഉത്തരവ് മുഖേനയോ പിടിച്ചെടുക്കാനോ പാടില്ല. മനസ്സിലായല്ലോ? ഓൾ കൈൻഡ്സ് ഓഫ് ട്രാവലിംഗ് അലവൻസ് കോടതി അറ്റാച്ച്മെന്റിലൂടെ പിടിച്ചെടുക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞത് ഓൾ കൈൻഡ്സ് ഓഫ് കൺവെയൻസ് അലവൻസ്. ഇപ്പൊ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിന് യാത്രാ സൗകര്യങ്ങൾക്കായി നൽകുന്ന അലവൻസ് ആണ് കൺവെയൻസ് അലവൻസ്. ഇപ്പോൾ ഓഫീസിലെ ജോലികളുടെ ഭാഗമായി പ്രാദേശിക യാത്രകൾക്കായി അനുവദിക്കുന്നതാണ് കൺവെയൻസ് അലവൻസ്. ഈ കൺവെയൻസ് അലവൻസും യാതൊരു കാരണവശാലും കോടതി ഉത്തരവിലൂടെ പിടിച്ചെടുക്കാൻ പാടില്ല, അറ്റാച്ച്മെന്റ് നടത്താൻ പാടില്ല, റിക്കവറി നടത്താൻ പാടില്ല. മൂന്നാമത്തതാണ് വീട്ടുവാടക അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്. അപ്പോൾ ജീവനക്കാരനും കുടുംബത്തിന് താമസസ്ഥലം ഉറപ്പാക്കുന്നതിനായിട്ട് സർക്കാർ നൽകുന്ന ഒരു തുകയാണ് ഇത്. ജീവനക്കാരൊക്കെ തന്നെ 15 കിലോമീറ്ററിനുള്ളിൽ താമസിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് HRA അഥവാ വീട്ടുവാടക കൊടുക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പാർപ്പിട ആവശ്യങ്ങൾക്കുള്ള വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതുകൊണ്ട് ഈ വീട്ടുവാടക അലവൻസും ഏതിൽ നിന്ന് പിടിച്ചെടുക്കാൻ പാടില്ല? കോടതി അറ്റാച്ച്മെന്റിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ടോട്ടൽ സാലറി കൂട്ടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താ? ഒരു ജീവനക്കാരന്റെ ടോട്ടൽ സാലറിയുടെ ഇത്ര ശതമാനം മാത്രമേ റിക്കവറി നടത്താവൂന്ന. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എന്തൊക്കെ ഒഴിവാക്കണം? TA ഒഴിവാക്കണം, കൺവെയൻസ് അലവൻസ് ഒഴിവാക്കണം, HRAയും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ശമ്പളത്തിൽ നിന്ന് ഇത്ര ശതമാനം മാത്രമേ കോടതി വിധിയിലൂടെ അറ്റാച്ച്മെന്റ് നടത്താൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ദുരന്തം മൂലം സർക്കാർ സ്ഥാവര സ്വത്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായാൽ വസ്തുത അറിയിക്കേണ്ടത്. ഒരു ദുരന്തം ഉണ്ടായി പെട്ടെന്ന്, അപ്പോൾ സർക്കാരിന്റെ സ്ഥാവര സ്വത്തുക്കൾ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം ഉണ്ടായാൽ
വസ്തുത ആരെയൊക്കെ അറിയിക്കണമെന്ന് എല്ലാവരെയും അറിയിക്കണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കണം, അത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസർമാരെ അറിയിക്കണം, പിന്നെ സർക്കാർ ഇതിന്റെ വകുപ്പ് മേധാവി അതായത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ അറിയിക്കണം. ഇവിടെ ഈ പറഞ്ഞതിന്റെ ആൻസർ മുകളിൽ പറഞ്ഞവരെല്ലാം എന്നാണ്. അതായത് അക്കൗണ്ടന്റ് ജനറൽ ഉണ്ട്, ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, വകുപ്പ് മേധാവി ഉണ്ട്, എല്ലാവരും. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, എസ് ഗ്രേഷ്യയില് റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ എപ്പോഴാണ് നിരസിക്കപ്പെടുക? വെൻ ഡസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഓഫ് റവന്യൂ ടു ബി സാങ്ഷൻഡ് ഓൺ എസ് ഗ്രേഷ്യ ടു ബി റിജക്റ്റഡ്? അപ്പൊ നമുക്ക് ഈ എസ് ഗ്രേഷ്യ എന്നാണ് ഈ ചോദ്യത്തിൽ ഒരു വാക്ക് കുടുങ്ങിയിട്ടുണ്ട്, എസ് ഗ്രേഷ്യ. അപ്പൊ ഈ എസ് ഗ്രേഷ്യ നമുക്ക് പെൻഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എസ് ഗ്രേഷ്യ പെൻഷൻ. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താന്ന്, നിയമപരമായ ബാധ്യതയോ അവകാശമോ ഇല്ലാതെ ദാനമായിട്ട് അല്ലെങ്കിൽ ഔദാര്യപൂർവ്വം നൽകുന്ന ഒന്നിനാണ് സർക്കാർ അനുവദിക്കുകയോ നൽകുകയോ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പൊതുവെ എസ് ഗ്രേഷ്യ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ ചോദ്യത്തില് റവന്യൂ റീഫണ്ടിനെ പറ്റിയ ചോദ്യം. ഈ റവന്യൂ റീഫണ്ടിന് നിയമപരമായി റീഫണ്ടിന് അർഹതയില്ലാത്തതും എന്നാൽ സർക്കാർ അനുകമ്പയോടുകൂടി അല്ലെ കരുണയോടുകൂടി പ്രത്യേക അനുമതിയായി തിരികെ നൽകാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ റീഫണ്ടുകളെയാണ് എസ് ഗ്രേഷ്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് അത് കൊടുക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ സർക്കാർ ഒരു അനുകമ്പയോടുകൂടി കരുണയോടുകൂടി കൊടുക്കാവുന്ന ഒരു റവന്യൂ റീഫണ്ടാണ് എസ് ഗ്രേഷ്യ റവന്യൂ റീഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു എസ് ഗ്രേഷ്യയിൽ റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ എപ്പോഴാണ് നിരസിക്കപ്പെടുക? നമ്മളൊരു അപേക്ഷ കൊടുത്തു, അത് ഉത്തരം സർക്കാർ അക്കൗണ്ടിലേക്ക് റവന്യൂ ക്രെഡിറ്റ് ചെയ്ത തീയതി മുതൽ ഒരു വർഷത്തിന് ശേഷമാണ് അപേക്ഷ ലഭിക്കുന്നതെങ്കിൽ ഈ റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ നിരസിക്കപ്പെടും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് 2025 ജനുവരി 1 ഒരു സർക്കാർ ഓഫീസിൽ ഒരു ഫീസായിട്ട് 5000 രൂപ സർക്കാരിലേക്ക് അടച്ചു. ജനുവരി 1 2025. പിന്നീട് ഏതെങ്കിലും കാരണവശാൽ ഈ തുക തിരികെ ലഭിക്കുന്നതിന് അദ്ദേഹം അർഹനാണെന്ന് കരുതുക. അർഹനാണ്, അവകാശമല്ല. ഈ തുക എസ് ഗ്രേഷ്യ അടിസ്ഥാനത്തിൽ തിരികെ ലഭിക്കാൻ ഒരു ഗവൺമെന്റിന്റെ ഒരു സിമ്പതി അല്ലെ കരുണയോടുകൂടി തിരികെ ലഭിക്കാൻ അദ്ദേഹം അപേക്ഷ സമർപ്പിക്കേണ്ടത് 2026 ജനുവരിക്കുള്ളിലാണ്, ജനുവരി 1 ആ ഒരു വർഷത്തിനുള്ളിലാണ്. എന്നാൽ അദ്ദേഹം ഈ കാര്യം ഈ പണം ക്രെഡിറ്റ് ചെയ്ത് 2025 ജനുവരി 1 കഴിഞ്ഞ് 26 ജനുവരി 1 കഴിഞ്ഞ് 26 ഫെബ്രുവരി 1 ആണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അത് നിരസിക്കപ്പെടും. അത് കേരള ഫിനാൻഷ്യൽ കോഡ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തുക ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം കൊടുക്കുന്ന അപേക്ഷകൾ എസ് ഗ്രേഷ്യ റവന്യൂ റീഫണ്ടിൽ നിന്ന് ഒഴിവാക്കും, കിട്ടുകയില്ല. അടുത്ത ചോദ്യം, ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക ചുമതലകളിൽ ഒന്നാണ് വിനിയോഗ നിയന്ത്രണം. വിനിയോഗത്തിന്റെ ഭാഗമല്ലാത്ത ഇനം തിരിച്ചറിയാൻ ആണ് ചോദ്യം. അപ്പൊ ഇതിൽ വിനിയോഗത്തിന്റെ ഭാഗമല്ലാത്ത ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് വിനിയോഗം കൈമാറുക, ട്രാൻസ്ഫർ ഓഫ് അപ്രോപ്രിയേഷൻ ഫ്രം വൺ യൂണിറ്റ് ടു അനദർ, അത് വിനിയോഗത്തിന്റെ നിയന്ത്രണമാണ്. എന്താ വിനിയോഗത്തിന്റെ നിയന്ത്രണമെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തത് വിനിയോഗം പിൻവലിക്കൽ, വിഡ്രോവൽ ഓഫ് അപ്രോപ്രിയേഷൻ ഫൗണ്ട് ടു ബി എക്സസ് ഓഫ് റിക്വയർമെന്റ്, ആവശ്യത്തിലധികം കവിഞ്ഞതായിട്ട് കണ്ടെത്തിയാൽ ആ അപ്രോപ്രിയേഷൻ വിഡ്രോവൽ നടത്താം. മൂന്നാമത്തത് അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം നടപടിയെടുക്കുക. നാലാമത് അധിക വിനിയോഗം, ഒബ്റ്റൈനിങ് അഡീഷണൽ അപ്രോപ്രിയേഷൻ. ഇതിൽ ഏതാണ് നമ്മൾ വിനിയോഗ നിയന്ത്രണം എന്ന് പറയുന്നത്, അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ്?
അപ്പൊ നോക്കുക, ഇതില് നമുക്ക് നോക്കുമ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസ്ഫർ ഓഫ് അപ്രോപ്രിയേഷൻ ഫ്രം വൺ യൂണിറ്റ് ടു അനദർ എന്ന് പറയുന്നത് അത് ഒരു അപ്രോപ്രിയേഷൻ കൺട്രോൾ ആണ്. ഈ വിനിയോഗ നിയന്ത്രണം എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ കൺട്രോൾ ഓർ കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ ആണ്. ഇനി രണ്ടാമത്തത് വിനിയോഗം പിൻവലിക്കൽ, എക്സസ് എമൗണ്ട് ആണെന്ന് കണ്ടിട്ട് വിനിയോഗം പിൻവലിക്കുക, അതും ഒരു അപ്രോപ്രിയേഷൻ കൺട്രോൾ ആണ്. അപ്പൊ ഇത് രണ്ടുമാണ്. പിന്നെ മൂന്നാമത് പറയുന്ന ഓപ്ഷൻ അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം നടപടിയെടുക്കുക. അപ്പോൾ വിനിയോഗത്തിന്റെ ഭാഗമല്ലാത്ത ഇനമാണ് തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ആദ്യത്തെ രണ്ടും വിനിയോഗത്തിന്റെ ഭാഗം, ഒരു യൂണിറ്റിൽ നിന്ന് അപ്രോപ്രിയേഷൻ വേറൊന്നിലേക്ക് കൈമാറുക, അത് വിനിയോഗത്തിന്റെ ഭാഗമാണ്. പിന്നെ എക്സസ് എമൗണ്ട് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ എക്സസ് ആണ്, എക്സസ് ഓഫ് റിക്വയർമെന്റ്സ് ആണെങ്കിൽ അത് പിൻവലിക്കുക, അതും ഈ കൺട്രോളിന്റെ ഭാഗമാണ്. ഇനി ഇതല്ലാത്തത് എന്ന് പറയുന്നത് ഏതാണ്? അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പ് അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം നടപടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ വിനിയോഗത്തിന്റെ ഭാഗമല്ലാത്ത ഒരു ഇനം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ അക്കൗണ്ടന്റ് ജനറലിന്റെ സ്ലിപ്പാണ് ഇവിടെ പറഞ്ഞ ആൻസർ. അതായത് ഇവിടെ അക്കൗണ്ടന്റ് ജനറലില് മുന്നറിയിപ്പ് സ്ലിപ്പ് നൽകുന്നത് ഒരു വകുപ്പില് ഫണ്ട് അക്കൗണ്ടിങ്ങിലോ ചെലവുകളിലോ ക്രമക്കേടുകൾ കണ്ടെത്തുകയോ ബജറ്റ് വിഹിതം അതിക്രമിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുമ്പോഴാണ് AG സ്ലിപ്പുകൾ നൽകുന്നത്. ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് പ്രസ്തുത വകുപ്പ് മേധാവിയാണ്. അപ്പൊ ഇത് ബജറ്റിലെ ഫണ്ട് വകയിരുത്തലുകളെ നിയന്ത്രിക്കുന്ന വിനിയോഗ പ്രക്രിയയുടെ നേരിട്ടുള്ള ഭാഗമായിട്ടല്ല വരുന്നത് ഈ എന്താ പറയുന്നത് AG തരുന്ന ഈ സ്ലിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിൽപ്പന, സംഭരണം, വിതരണം എന്നിവയുടെ കമ്മീഷനായി സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ വിലയിൽ എത്ര ശതമാനം ചേർക്കണം? ഹൗ മച്ച് പെർസെൻറ്റേജ് ടു ബി ആഡഡ് ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഇൻ ഓർഡർ ടു കവർ ദ കമ്മീഷൻ ഓൺ സെയിൽ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഒരു ഗവൺമെന്റ് പബ്ലിക്കേഷൻ നടത്തി, അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അങ്ങനെയെങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് എന്ന് വിചാരിച്ചാൽ അതിന്റെ എന്തിനൊക്കെയാ? കമ്മീഷൻ ഓൺ സെയിൽ വേണം, വിൽപ്പനയ്ക്കുള്ള കമ്മീഷൻ വേണം, അത് സൂക്ഷിക്കുക, സ്റ്റോറേജ് വേണം, പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനുള്ള ചെലവ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര ശതമാനം കൂട്ടി വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ കോസ്റ്റിന്റെ. അപ്പോൾ യഥാർത്ഥ കോസ്റ്റിന്റെ 50% കൂട്ടി വിൽക്കണം. ഇത് വേറൊരു രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. 100 രൂപ ആക്ച്വൽ കോസ്റ്റ് ഉള്ള ഒരു ബുക്ക് പബ്ലിക്കേഷൻ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന്, ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആണെങ്കിൽ. അപ്പോൾ അത് 150 രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, കക്ഷികൾ സ്വന്തം കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ കയ്യേറ്റം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് ആവശ്യമായ മുൻകൂർ തുക ആരാണ് എടുക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിന്റെ ആൻസർ തഹസിൽദാർ എന്നാണ്. അപ്പൊ നമ്മൾ ഈ കേരളത്തിലെ ഭൂസംരക്ഷണ നിയമപ്രകാരം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലോ മറ്റോ അനധികൃതമായി കയ്യേറ്റം നടത്തുന്നവരോട് അത് സ്വയം ഒഴിപ്പിക്കാൻ അല്ലെ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അധികാരികൾ ആവശ്യപ്പെടാറുണ്ട്, പുറമ്പോക്ക് കയ്യേറ്റം. എന്നാൽ കക്ഷികൾ നിശ്ചിത സമയത്തിനകം സ്വന്തം ചെലവിൽ അവിടെ കയറി ഷെഡ് കെട്ടിയിട്ടോ കെട്ടിടം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നീക്കം ചെയ്യാൻ പരാജയപ്പെട്ടാൽ, കക്ഷികൾ അങ്ങനെ സ്വന്തമായിട്ട് കയ്യേറ്റം ഒഴിഞ്ഞു പോയില്ല എങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നേരിട്ട് ആ കയ്യേറ്റം ഒഴിപ്പിക്കണം. അങ്ങനെ ഈ ഒഴിപ്പിക്കലിന് ആവശ്യമായ ചെലവ്, അതായത് തൊഴിലാളികളെ വേണം, കൂലി വേണം, അവർക്ക് കൂലി വേണം, മണ്ണുമാന്തി യന്ത്രം വേണം, അതിനുള്ള വാടക, ഇതൊക്കെയുള്ള ചെലവുകൾ തുക തൽക്കാലം മുൻകൂറായിട്ട് ആര് അനുവദിക്കും, ആര് എടുക്കും? അത് തഹസിൽദാർ എടുക്കും. മുൻകൂറായിട്ട്
തഹസിൽദാരാണ് എടുക്കുക. അതിനുശേഷം പിന്നീട് ഈ തുക എവിടുന്ന് ഈടാക്കണം? കയ്യേറ്റക്കാരിൽ നിന്ന് റവന്യൂ റിക്കവറി പ്രകാരമോ അല്ലാതെയോ ഈടാക്കുകയും ചെയ്യും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ആരെടുക്കും? തഹസിൽദാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് ആ തുക, അതിന്റെ ചെലവ് തുക എടുക്കുക. അടുത്ത ചോദ്യം. ധനവകുപ്പ് നടത്തുന്ന ചെലവ് നടപടികളുടെ നിയന്ത്രണം എന്തെല്ലാമാണ്? Where are the control over expenditure measures exercised by the finance department? അതില് ആൻസറുകൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല്, നിയന്ത്രണമാണ് ചോദിച്ചിരിക്കുന്നത്. ധനവകുപ്പ് നടത്തുന്ന ചെലവ് നടപടികളുടെ നിയന്ത്രണം. അതില് നിയന്ത്രണം ഏതൊക്കെയാ വരുന്നത് വെച്ചാൽ, ഇവിടെ ഒന്ന്, അക്കൗണ്ടന്റ് നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ഇടങ്ങളിൽ നടപടിയെടുക്കുക. അതൊരു കൺട്രോളാണ്. ധനകാര്യ വകുപ്പ് നടത്തുന്ന ചെലവ് നടപടികളുടെ ഒരു കൺട്രോളാണ് AG നൽകുന്ന മുന്നറിയിപ്പ് സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ. വാണിംഗ് സ്ലിപ്പ് എന്ന് അതിന് പറയാം. AG നൽകുന്ന സ്ലിപ്പിന്റെ പേര് വാണിംഗ് സ്ലിപ്പ് എന്നാണ്. അപ്പൊ വാണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ? പിന്നെ അതില് മറ്റ് തുക, ആവശ്യമായ ഇടങ്ങളിൽ കൂടുതൽ തുക ചെലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ സ്ലിപ്പിൽ ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള നടപടി എടുക്കുമ്പോൾ അത് ചെലവ് നടപടികളുടെ നിയന്ത്രണമായിട്ട് വരും. രണ്ടാമത്തെ ഒരു ഉത്തരം, തെരഞ്ഞെടുത്ത വകുപ്പുകളിലൂടെ വിനിയോഗ നിയന്ത്രണ സമ്മേളനത്തിലൂടെയും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിയും. അപ്പോ ഇതില് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞ, അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന വാണിംഗ് സ്ലിപ്പിലൂടെ കൺട്രോളിങ് നടത്തും. അപ്പോ അത് എന്താ? ശരിക്കും ഒരു വകുപ്പ് അനുവദിക്കപ്പെട്ട തുകയേക്കാൾ കൂടുതൽ ചെലവഴിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അക്കൗണ്ടന്റ് ജനറൽ മുന്നറിയിപ്പ് സ്ലിപ്പുകൾ നൽകും, വാണിംഗ് സ്ലിപ്പ് നൽകും. ഈ സ്ലിപ്പുകൾ ലഭിക്കുമ്പോൾ ധനവകുപ്പ് അടിയന്തരമായി ഇടപെടുകയും നിയമവിരുദ്ധമായോ അമിതമായോ ഉള്ള ചെലവുകൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇനി അത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇങ്ങനെ തടയുന്നത് പിന്നെ വാണിംഗ് സ്ലിപ്പ് വഴിക്ക്, ഇപ്പോൾ ഒരു വകുപ്പ് തങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വീതം ഡിസംബർ മാസത്തിൽ തന്നെ തീർന്നു. തുടർന്നും ബില്ലുകൾ മാറാൻ ശ്രമിക്കുകയും ചെയ്താൽ അക്കൗണ്ടിന് നൽകുന്ന വാണിംഗ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് എന്ത് ചെയ്യും? മേലില് ബില്ലുകൾ മാറുന്നത് തടയും. ഇനി രണ്ടാമത്തെ പറയുന്നത് അപ്രോപ്രിയേഷൻ കൺട്രോളും ലെറ്റർ ഓഫ് ക്രെഡിറ്റും. ഇതിപ്പോ ബജറ്റിൽ വകയിരുത്തിയ തുകയ്ക്കുള്ളിൽ തന്നെ ചെലവുകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ് അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ ചില പ്രധാന വകുപ്പുകളിൽ ട്രഷറി വഴി പണം പിൻവലിക്കുന്നതിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ഒരു പൊതുമരാമത്ത് പോലുള്ള ചില വലിയ വകുപ്പുകളിൽ ട്രഷറിയിൽ നിന്ന് ഒരു മാസത്തിൽ പിൻവലിക്കാവുന്ന തുകയ്ക്ക് നിശ്ചിത പരിധി വെച്ചിട്ടുണ്ടാവും. അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയും അതിന്. ആ പരിധി കഴിഞ്ഞാൽ ആ മാസത്തേക്ക് പിന്നെ അതിൽ കൂടുതൽ പണം പിൻവലിക്കാൻ കഴിയില്ല. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ധനവകുപ്പ് ചെലവ് നടപടികളുടെ നിയന്ത്രണം വരുത്തുന്നത്. ഒന്ന്, AG നൽകുന്ന വാണിംഗ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക. രണ്ട്, വകുപ്പുകളിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിക്കും അപ്രോപ്രിയേഷൻ കൺട്രോൾ വഴിക്കും നിയന്ത്രണം കൊണ്ടുവരിക. അടുത്ത ചോദ്യം, കോടതി ഉത്തരവുകൾ പാലിക്കുന്നതിന് ആവശ്യമായേക്കാവുന്ന ചെലവുകൾക്കായി ഏത് തരത്തിലുള്ള വ്യവസ്ഥയാണ് നിർദ്ദേശിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, what type of provision should be proposed for meeting expenditure that may be necessary to satisfy court decrees? അപ്പൊ അതിന്റെ ആൻസർ ചാർജ് ചെയ്ത ചെലവ് എന്നാണ്. നമുക്കത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ആ ചോദ്യം മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ അതിന് വേണ്ടി വരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ കോടതി ഉത്തരവുകൾ അല്ലെങ്കിൽ വിധിപത്രങ്ങൾ ഒക്കെ പാലിക്കുന്നതിനായിട്ട് വരുന്ന ചെലവുകൾക്കായി ചാർജ് ചെയ്ത ചെലവാണ് നിർദ്ദേശിക്കേണ്ടത്.
അപ്പോൾ ഇത് ഇതിലെന്താന്ന് വെച്ചാൽ ഈ ചാർജ് ചെയ്ത ചെലവ് എന്നാണ് ആൻസർ. അതായത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ കോടതി ഉത്തരവ് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ നിയമപരമായി നിർബന്ധമായിട്ട് നൽകേണ്ടവയാണ്. അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള ചെലവുകൾക്ക് നിയമസഭയുടെ വോട്ടിംഗ് ആവശ്യമില്ല. അതുകൊണ്ട് അതൊരു വോട്ടഡ് എക്സ്പെൻഡിച്ചർ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർക്കാരിൻ്റെയോ ഒരു വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച മൂലം ഒരു പൗരന് നഷ്ടം സംഭവിച്ചു. അത് പരിഹരിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. ആ നഷ്ടപരിഹാരം ഇത്ര രൂപ കൊടുക്കണം എന്ന് കോടതി വിധി വന്നു, കോടതി ഉത്തരവിട്ടു. അപ്പോൾ അത്തരത്തിലെ കോടതി കേസിൽ സർക്കാരിനെതിരായിട്ട് വിധി വന്നാൽ ഈ എതിർകക്ഷിയുടെ കോടതി ചെലവുകൾ കോടതി ഉത്തരവിടുകയും ചെയ്യുമ്പോൾ ആ തുക നൽകുന്നത് ഈ വിഭാഗത്തിലാണ്. ഏത് വിഭാഗത്തില്? ഈ കോടതി ഉത്തരവുകൾ പാലിക്കുന്നതിന് ആവശ്യമായ ചെലവ്. അത് ചാർജ് ചെയ്ത ചെലവാണ്, വോട്ടഡ് അല്ല. അതിന് പ്രത്യേക നിയമസഭയുടെ അംഗീകാരം വേണ്ട. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കോടതിയിൽ വിധി വന്നു, ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ല ഗവൺമെന്റിനെതിരായിട്ട് ഉള്ള ഒരു വിധി വന്നു, ഇത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാം, നിയമസഭയുടെ വോട്ടഡ് എക്സ്പെൻഡിച്ചർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വോട്ടഡ് എക്സ്പെൻഡിച്ചർ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് കോടതി ഉത്തരവിൽ കൊണ്ടുവരുന്ന ചെലവുകൾ നിർബന്ധമായിട്ടും അത് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അത് ഏതിനായിട്ട് വരും? ചാർജ് ചെയ്ത ചെലവ് എന്നാണ് അതിന് പറയുക, വോട്ടഡ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ചാർജ് ചെയ്ത ചെലവ് ആകുന്നത്. അടുത്ത ചോദ്യം, ബജറ്റ് സൈക്കിളിന്റെ 3-ാം ഘട്ടത്തിന്റെ സമാപനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബജറ്റ് സൈക്കിളിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ബജറ്റ് തയ്യാറാക്കല്, അതായത് പ്രിപ്പറേഷൻ ഓഫ് ദി ബഡ്ജറ്റ്, ബജറ്റ് പാസ്സാക്കല്. 1-ാം ഘട്ടം ബജറ്റ് പാസ്സാക്കലാണ്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് ബജറ്റിന്റെ നിർവഹണമാണ്, അഥവാ ബജറ്റിന്റെ എക്സിക്യൂഷനാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3-ാം ഘട്ടത്തിന്റെ സമാപനമാണ് ചോദിച്ചിരിക്കുന്നത്. 3-ാം ഘട്ടമായ ബജറ്റിന്റെ നിർവഹണം, 3-ാം ഘട്ടം ബജറ്റിന്റെ നിർവഹണമാണ്. അത് പൂർത്തിയാകുന്നതോടുകൂടി ആ ഘട്ടം അവസാനിക്കും. ഇപ്പൊ 3-ാം ഘട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ബജറ്റിന്റെ നിർവഹണമാണ്. അപ്പൊ ആ ബജറ്റിന്റെ നിർവഹണം തീരുമ്പോൾ 3-ാം ഘട്ടം അവസാനിക്കും. ഇതൊരു 4 ഇതുള്ള സ്റ്റേജുള്ള ഘട്ടമാണെന്ന് നമുക്കറിയാലോ ബജറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചെലവ് അനുവദിക്കുന്ന ഉത്തരവുകളുടെ പകർപ്പുകൾ അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ഹു ഈസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ അക്കൗണ്ടന്റ് ജനറൽ കോപ്പീസ് ഓഫ് ഓർഡർ സാങ്ഷനിങ് എക്സ്പെൻഡിച്ചർ? അതായത് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്തു, ആ സാങ്ഷൻ ചെയ്തിട്ടുള്ള ചെലവുകൾക്കുള്ള ഉത്തരവുകൾ സാങ്ഷൻ ചെയ്തതിന്റെ കോപ്പി അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കണം. ആരാണ് അയച്ചു കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ചെലവ് അനുവദിക്കുന്ന ഉത്തരവുകളുടെ പകർപ്പുകൾ, കോപ്പീസ് അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ഈ ചെലവ് അനുവദിച്ച ഉത്തരവ് നൽകിയ ഉദ്യോഗസ്ഥനാണ്, ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതിന്റെ കോപ്പി അക്കൗണ്ടന്റ് ജനറലിന് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ആൻസർ എ ആണ്, അനുമതി നൽകുന്ന അതോറിറ്റി എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ പ്രവർത്തനമാണ് ഒരു ബാങ്കറുടെ പ്രവർത്തനം എന്നാണ് ചോദ്യം. അത് പ്രാദേശിക ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ, ഡിപ്പോസിറ്റ് ഓഫ് ലോക്കൽ ഫണ്ട്സ്. ഇത് നമ്മൾ പറയുമ്പോൾ സർക്കാർ ട്രഷറികളിൽ സൂക്ഷിക്കുന്ന ചില പ്രത്യേകതരം നിക്ഷേപങ്ങളിൽ സർക്കാരിന്റെ പങ്ക് ഒരു ബാങ്കിൻ്റേത് പോലെയാണ്. അതായത് ട്രഷറി ഇവിടെ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് പോലെ പ്രവർത്തിക്കുന്നു. ഈ ഫണ്ടുകളിലേക്ക് പണം അടയ്ക്കുമ്പോഴോ പിൻവലിക്കുമ്പോഴോ ചെക്കുകളിലോ ചെലാനുകളിലോ വരവ് ചെലവുകളുടെ യഥാർത്ഥ കാരണങ്ങളോ വിശദാംശങ്ങളോ
കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ട്രഷറി തുക നൽകും. അക്കൗണ്ട് തികച്ചും ഒരു ബാങ്കിങ് അക്കൗണ്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അക്കൗണ്ട് സൂക്ഷിച്ചിരിക്കുക മാത്രം, അതൊരു ബാങ്ക് പോലെയാണ് ട്രഷറി ആക്ട് ചെയ്യുന്നത്. അവിടെ അതിൽ എന്ത് കാണിക്കേണ്ടതില്ല? നമ്മൾ ഈ പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ചെക്ക് കൊടുക്കുന്നു, ചെക്കിൽ ഈ പണം എന്തിനാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചെലാൻ കൊടുക്കുന്നു, അവിടെ നമ്മൾ വരവ് ചെലവ് കണക്കുകളോ നമ്മൾ പണം സൂക്ഷിച്ചവരുടെ വരവ് ചെലവ് കണക്കുകളോ ഒന്നും കാണിക്കേണ്ടതില്ല. അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് കൊടുക്കുക, പണം എടുക്കാം. ആ രീതിയിൽ ട്രഷറി ഒരു ബാങ്ക് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ പ്രാദേശിക ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ, ഡിപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ് ഒക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പഞ്ചായത്ത് ഫണ്ടുകൾ, ഇവിടെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകളുടെ കൈവശം ഉള്ളതും ട്രഷറിയിൽ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള ഫണ്ടാണ്. മുനിസിപ്പൽ ഫണ്ടുകളുണ്ട്, നഗരസഭകളുടെയും കോർപ്പറേഷനിലെയും ഫണ്ടുകൾ, ജില്ലാ ഫണ്ട്, ജില്ലാ തലത്തിലുള്ള പ്രാദേശിക ഫണ്ടുകൾ, കേരള സ്റ്റേറ്റ് KSRTC വർക്കിംഗ് ഫണ്ട്, കേരള സ്റ്റേറ്റ് KCB വർക്കിംഗ് ഫണ്ട്. ഇവരൊക്കെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, KCB, KSRTC ഇവരൊക്കെ ഇവരുടെ ഫണ്ടുകൾ തങ്ങൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി തൽക്കാലം ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഫണ്ടുകളുടെ കാര്യത്തിൽ ട്രഷറി ഒരു ബാങ്കറുടെ പ്രവർത്തനമാണ് നടത്തുന്നത്, ബാങ്ക് പോലെ പ്രവർത്തിക്കുന്നു. ചെക്ക് കൊണ്ടുവന്നാൽ പണം കൊടുക്കും. അപ്പോൾ ഇവിടെ അക്കൗണ്ടിൽ പണം ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ പണം സൂക്ഷിക്കൽ മാത്രമാണ് ട്രഷറിയുടെ ജോലി. അത് വിതരണം ചെയ്യുമ്പോൾ ഒരു ബാങ്ക് പോലെയാണ് ട്രഷറി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വേക്കൻസി റെമിഷൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന എന്തിന് അടാൻമതി? വേക്കൻസി റെമിഷൻ. അപ്പോൾ വേക്കൻസി റെമിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അത് ഒരു ലോക്കൽ ബോഡി ടാക്സ്, പ്രാദേശിക നികുതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ലോക്കൽ ബോഡി ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ ബോഡീസ് ചുമത്തുന്ന വസ്തു നികുതിയുമായിട്ട്, അതായത് പ്രോപ്പർട്ടി ടാക്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ വേക്കൻസി റെമിഷൻ. വേക്കൻസി റെമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് നികുതി ഇളവ് നൽകുക. അതാണ് ഈ വേക്കൻസി റെമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതപ്പോ ഒരു കെട്ടിടം 6 മാസത്തേക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ ആരും താമസിക്കുന്നോ ഒന്നുമില്ല. അപ്പോൾ ആ 6 മാസം ഒഴിഞ്ഞു കിടക്കുക എന്നുള്ള കാര്യം നമ്മൾ ലോക്കൽ ബോഡിയെ, പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ആരെയാന്ന് വെച്ചാൽ അറിയിച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് ടാക്സിൽ നിന്ന് ഒഴിവ്, അതായത് പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി ടാക്സിൽ നിന്ന് ഒഴിവ് നേടുക. അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ വേക്കൻസി റെമിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ചട്ടപ്രകാരം ലോക്കൽ ബോഡി ടാക്സിൽ, അതായത് കെട്ടിട നികുതി എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ആ കെട്ടിട നികുതിയിലെ കാര്യത്തിൽ ഇളവ് ലഭിക്കുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. എന്ത്? വേക്കൻസി റെമിഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ വേക്കൻസി റെമിഷൻ എന്ന പദം ലോക്കൽ ബോഡി ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഡിമുറേജ് ചാർജുകൾ, ഡിമുറേജ് ചാർജുകൾ അനുവദിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? അടുത്ത ചോദ്യമാണ് ഡിമുറേജ് ചാർജുകൾ. അതും നമ്മൾ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലോ ഡിപ്പാർട്ട്മെന്റുകളിലോ സാധനങ്ങളോ ചരക്കുകളോ കൃത്യസമയത്ത് എടുക്കാതെ വരുമ്പോഴോ, റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ തുറമുഖങ്ങൾ അല്ലെങ്കിൽ വെയർഹൗസുകൾ എന്നിവയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാതിരിക്കുമ്പോഴോ വരുന്ന പിഴയാണ് ശരിക്കും ഈ ഡിമുറേജ് ചാർജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് വകുപ്പുകളുടെ ഓഫീസിലേക്ക് വരുന്ന സാധനങ്ങൾ ഡെലിവറി എടുക്കാൻ വൈകിക്കഴിഞ്ഞാൽ പിഴ ഈടാക്കാറുണ്ട്. അപ്പോൾ ആർക്കാണ് ഇത് അനുവദിക്കാൻ? ഈ പിഴയ്ക്കാണല്ലോ ഈ ഡിമുറേജ് ചാർജ് എന്ന് പറയുന്നത്. ഇത് അനുവദിക്കാൻ അധികാരമുള്ളത് എന്ന് പറയുന്നത്, നമുക്ക് ഈ പിഴ കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പിഴയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആ തുക പാസ്സാക്കാനുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വകുപ്പ് മേധാവിയാണ്. അപ്പോ ഇത്തരം സാമ്പത്തിക അധികാരം സാധാരണയായിട്ട് വകുപ്പ് മേധാവിക്കാണ്.
ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിമറേജ് ചാർജ് എവിടെയെങ്കിലും ഒരു ഈടാക്കൽ നടന്നാൽ, ഇപ്പൊ നമ്മള് ഒരു സാഹചര്യം പറഞ്ഞാല് നമുക്ക് പൊതുമരാമത്ത് പൊതുമരാമത്ത് വകുപ്പിലേക്ക് ആവശ്യമായ ചില ശാസ്ത്രീയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികളോ റെയിൽവേ കാർഗോ വഴി എത്തി. അപ്പോ അത് റെയിൽവേ കാർഗോ വഴി എത്തിയെങ്കിലും ഓഫീസ് നടപടിക്രമങ്ങളിലെ ചില കാലതാമസം കൊണ്ട് അത് ജീവനക്കാർ കൃത്യസമയത്ത് ചരക്ക് എടുത്തില്ല. അപ്പോ അധികാരികൾ ഓരോ ദിവസത്തെയും വൈകലിന് പിഴ ഈടാക്കാൻ, ആ പിഴ ഈടാക്കുന്നതിനാണ് ഡിമറേജ് ചാർജ് എന്ന് പറയുന്നത്. ഈ തുക, ഈ പിഴ ഈടാക്കിയ തുക സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അടച്ചു തീർക്കുന്നതിന്, അത് സംബന്ധിച്ച ഫയൽ ക്ലോസ് ചെയ്യുന്നതിനൊക്കെ അധികാരം വകുപ്പ് മേധാവിക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെഡ് ഓഫ് ഓഫീസ് പോയിട്ട് ഇവിടെ ഇത്ര ഡിമറേജ് ചാർജ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ ആ പൈസ എടുത്ത് കൊടുക്കലല്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വകുപ്പ് മേധാവിക്കാണ് അതിനുള്ള അധികാരം. 21 ചോദ്യം ഡിലീറ്റഡ് ആണ്. 22ാമത്തെ ചോദ്യമാണ്. സംസ്ഥാനത്തിന്റെ വിഭവങ്ങളിൽ ഒരു അപ്രതീക്ഷിത ആവശ്യം നിറവേറ്റുന്നതിനായി ഒരു ഗ്രാന്റ് നൽകാൻ സംസ്ഥാന നിയമസഭയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്നാ പറയാം, അല്ലെ ക്രെഡിറ്റ് വോട്ട് അല്ലെങ്കിൽ വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പൊ അതില് നമുക്ക് വേണമെങ്കിൽ ഓരോന്നും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലെ ഓരോന്നും വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സംസ്ഥാനത്തിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു രീതിയിൽ പെട്ടെന്ന് ഒരു വലിയ പ്രകൃതി ദുരന്തമോ, ഉദാഹരണത്തിന് ഒരു വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടായി. അപ്പോ ഇതിന്റെ ഫലമായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അടിയന്തരമായി ജീവനും സ്വത്തുവകകളും സംരക്ഷിക്കുന്നതിനുമായിട്ട് വലിയ തോതിൽ തുക പെട്ടെന്ന് ആവശ്യമായി വരുന്നു. അപ്പോൾ സാധാരണ ബജറ്റ് നടപടികൾക്കായിട്ട് കാത്തു നിൽക്കാതെ ഈ സാഹചര്യം നിറവേറ്റുന്നതിനായിട്ട് നിയമസഭ പ്രത്യേകമായിട്ട് പാസാക്കി നൽകുന്ന ഗ്രാന്റാണ് വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വോട്ട് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വോട്ട് എന്ന് പറയും. അടുത്ത ചോദ്യം. ഒരു ഇനം ഒഴികെ വ്യക്തിഗത നിക്ഷേപങ്ങൾക്ക് കീഴിൽ വരുന്ന വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ താഴെ കൊടുക്കുന്നു, അവ തിരിച്ചറിയുക. ഇതെല്ലാം 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ൽ 3 വ്യക്തിഗത പേഴ്സണൽ ഡിപ്പോസിറ്റാ. അതില് അല്ലാത്ത ഒരെണ്ണമുള്ള അത് തിരിച്ചറിയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രഷർ ക്യാഷ് ഓർഡറുകൾ. ഇതിന്റെ ഒരു അർത്ഥം എന്താന്ന് വെച്ചാല് പേഴ്സണൽ ഡിപ്പോസിറ്റ് നമ്മളൊന്ന് പറിച്ചിരിക്കേണ്ടി വരും. അതായത് ഇത് ശരിക്കും ഈ പേഴ്സണൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് വിഭാഗത്തിൽ വരുന്ന ഒന്നാണ്. അതായത് ഗവൺമെന്റ് സൂക്ഷിക്കുന്ന, എന്നാൽ ഗവൺമെന്റിന്റെ സ്വന്തം ഖജനാവിലെ വരുമാനം അല്ലാത്ത ഒരു വിവിധ കോടതികളുടെയോ ഓഫീസുകളുടെയോ ഒക്കെ കൈവശമുള്ള വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ തുകയാണ് ഈ പേഴ്സണൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഈ പേഴ്സണൽ ഡിപ്പോസിറ്റുകളെല്ലാം തന്നെ തിരിച്ചു കൊടുക്കപ്പെടേണ്ടത്. ഇത് സർക്കാരിന്റെ റവന്യൂ വരുമാനം അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇത് ആദ്യത്തെ ഓപ്ഷൻ ട്രഷർ ക്യാഷ് ഓർഡർ എന്നാണ്. അപ്പോൾ ട്രഷറിയിൽ സൂക്ഷിക്കുന്നതും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകാനുള്ളതുമായുള്ള തുകകളുമായി ബന്ധപ്പെട്ട വ്യക്തിഗത നിക്ഷേപമാണ് ഈ ട്രഷർ ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പേഴ്സണൽ ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ടതാണല്ലോ. വ്യക്തികളുടെ നിക്ഷേപമാണ്, വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതുമാണ്. ഇനി രണ്ടാമത്തത് ഫീസ് പറയുന്നില്ല, മൂന്നാമത്തെ എടുക്കാം. രണ്ടാമത്തതാണ് ആൻസർ. മൂന്നാമത്തത് വാർഡ് എസ്റ്റേറ്റുകളും അറ്റാച്ച്ഡ് എസ്റ്റേറ്റുകളും എന്ന് പറഞ്ഞാല് കോടതിയുടെയോ ഗവൺമെന്റിന്റെയോ നിയന്ത്രണത്തിലുള്ള എസ്റ്റേറ്റുകളുടെ നിക്ഷേപങ്ങൾ, അതും പേഴ്സണൽ നിക്ഷേപങ്ങളുടെ നിയന്ത്രണത്തിലാണ് വരിക, അതിന്റെ കാറ്റഗറിയിലാണ് വരിക. ഏതൊക്കെ? വാർഡ് എസ്റ്റേറ്റുകളും, അതായത് കോടതികളുടെയോ ഗവൺമെന്റിന്റെയോ നിയന്ത്രണത്തിലുള്ള എസ്റ്റേറ്റുകളുടെ ഡിപ്പോസിറ്റ് നിക്ഷേപങ്ങൾ പേഴ്സണൽ ഡിപ്പോസിറ്റിലാണ് വരിക. ഇനി അടുത്തത് ഡി ആണ്. ഔദ്യോഗിക സ്വീകർത്താക്കളും നിയമപരമായ ഔദ്യോഗിക അസൈനി നിക്ഷേപങ്ങളും, അതും
എന്തിൽ വരും? പേഴ്സണൽ ഡിപ്പോസിറ്റിലാണ് വരുന്നത്. ഇവിടെ അല്ലാത്തത് കോപ്പിയിങ് ഫീസാണ്, ഫീസ് പകർത്തൽ. അതായത് ഫീസ് പകർപ്പുകൾ എന്നത് ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നോ കോടതികളിൽ നിന്നോ രേഖകളുടെ പകർപ്പുകൾ നൽകുന്നതിന് ഈടാക്കുന്ന ഫീസാണ് കോപ്പിയിങ് ഫീസ് എന്ന് പറയുന്നത്. കോടതിയിൽ നിന്നോ മറ്റ് ഗവൺമെന്റ് ഓഫീസുകൾ, ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ നിന്നൊക്കെ പിന്നെ കോപ്പി എടുക്കുന്നതിന്, രേഖകളുടെ പകർപ്പ് എടുക്കുന്നതിന് ഫീസ് കൊടുക്കണം. അതാണ് കോപ്പിയിങ് ഫീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോപ്പിയിങ് ഫീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു പേഴ്സണൽ ഡിപ്പോസിറ്റിൽ വരുന്നത് അല്ല, അത് സർക്കാരിന്റെ റവന്യൂ ആണ്. അടുത്ത ചോദ്യം, ഡാഷ് എന്നാൽ നിർദ്ദിഷ്ട ചെലവുകൾ നിറവേറ്റുന്നതിനായി നിയമസഭയുടെ ഫണ്ട് അസൈൻമെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഉത്തരം അപ്രോപ്രിയേഷൻ ആണ്. അപ്രോപ്രിയേഷൻ എന്നാൽ നിർദ്ദിഷ്ട ചെലവുകൾ നിറവേറ്റുന്നതിനായി നിയമസഭയുടെ ഫണ്ട് അസൈൻ ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്രോപ്രിയേഷൻ, അപ്രോപ്രിയേഷന്റെ നിർവചനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കാലഹരണപ്പെട്ടതായി ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ഒരു നിക്ഷേപം താഴെ പറയുന്ന മുൻകൂർ അനുമതിയോടെ മാത്രമേ കൊടുക്കാവൂ. ഒരു ഡിപ്പോസിറ്റ്, അത് ലാപ്സ്ഡ് ഡിപ്പോസിറ്റാ. ലാപ്സ്ഡ് ഡിപ്പോസിറ്റുകളൊക്കെ തന്നെ ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇനി ആ ക്രെഡിറ്റ് ചെയ്ത ലാപ്സ്ഡ് ഡിപ്പോസിറ്റുകൾ തിരികെ കൊടുക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം എന്നാണ് ചോദ്യം. നമ്മളിത് പലയിടത്തും കണ്ടിട്ടുള്ളതാ. ലാപ്സ്ഡ് ഡിപ്പോസിറ്റുകൾ തിരികെ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പോസിറ്റുകളെല്ലാം തിരികെ കൊടുക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഒരു നിശ്ചിത കാലാവധി 3 വർഷം കഴിഞ്ഞാൽ അതിന് നമ്മൾ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എന്നാ പറയുക. അപ്പോൾ അത് സർക്കാരിന്റെ ക്രെഡിറ്റ് ചെയ്യും, ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. പിന്നീട് ആ തുക തിരികെ കിട്ടണമെങ്കിൽ ആരുടെ അനുമതി വേണം? അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി വേണം. അടുത്ത ചോദ്യം, പാർലമെന്ററി സമ്പ്രദായ ഗവൺമെന്റിൽ ചെലവുകളുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ചെലവുകളുടെ നിയന്ത്രണമാണ് കേട്ടോ. അതിന്റെ ആൻസർ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഓഡിറ്റ് എന്നാണ്. ആ ക്രമം തെറ്റാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഓഡിറ്റ്. ഇവിടെ പല ഉത്തരവുണ്ട്. ഓഡിറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വരില്ലല്ലോ അങ്ങനെ. എക്സിക്യൂട്ടീവ് ആദ്യം വരുന്നുണ്ട്, ഒരിക്കലും വരില്ല. ലെജിസ്ലേറ്റീവ് തന്നെയാണ് ആദ്യം വരിക. അങ്ങനെ വരുന്ന ഒരു ഉത്തരം കൂടിയുണ്ട്. ലെജിസ്ലേറ്റീവ് കഴിഞ്ഞിട്ട് പക്ഷെ ഓഡിറ്റാ. എപ്പോഴും എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടേ ആണ് നമ്മൾ ഓഡിറ്റ്, നിർവഹണം വേണമല്ലോ, അതിനല്ലേ ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ നിയമസഭ പാസാക്കി, അത് നിർവഹണം നടത്തി, അതിന്റെ ഓഡിറ്റ് നടത്തി. അതാണ് അതിന്റെ സീക്വൻസ് കൃത്യമായിട്ടുള്ളത്. അപ്പൊ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഓഡിറ്റ് എന്ന രീതിയിലാണ് ഈ ചെലവുകളുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ക്ലെയിമുകൾ പണം അടയ്ക്കുന്നതിന് വ്യക്തമാക്കിയ തീയതിക്കുള്ളിലോ അല്ലെങ്കിൽ കുടിശ്ശിക വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിന് മുമ്പോ അല്ലെങ്കിൽ അവ അടയ്ക്കേണ്ട തീയതികളിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ഏതാണ് നേരത്തെയോ അത് വ്യക്തമാക്കുന്ന തീയതിക്കുള്ളിൽ മുൻഗണന നൽകണം. കേൾക്കണേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്ലെയിമുകളിൽ പണം അടയ്ക്കണം. അപ്പോ ഒന്നുകിൽ അവർ പറഞ്ഞ തീയതി, ഒന്നുകിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ള തീയതി, അല്ലെങ്കിൽ ഉള്ളിലോ, അല്ലെങ്കിൽ കുടിശ്ശിക വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിന് മുമ്പോ, അതായത് വരുന്ന മാർച്ച് 31 മുമ്പോ, അല്ലെങ്കിൽ അവ അടയ്ക്കേണ്ട തീയതികളിൽ നിന്ന് 6 മാസത്തിനുള്ളിലോ. 3 കണ്ടീഷനുള്ളത്. ഏതാണോ നേരത്തെ അങ്ങനെ അടയ്ക്കണം എന്നാണ് ഉത്തരം. ഒന്നുകിൽ പണമടയ്ക്കുന്ന തീയതി, 3 കാര്യങ്ങൾ: പണമടയ്ക്കുന്ന തീയതി, അല്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം, അതും അല്ലെങ്കിൽ ഈ അടയ്ക്കേണ്ട തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അന്ന് അടയ്ക്കണം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഫെബ്രുവരിയിൽ പണം അടയ്ക്കേണ്ട പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനുവരിയിൽ പണം അടയ്ക്കേണ്ടതാണ്. അത് 6 മാസം കഴിഞ്ഞ് അടച്ചാൽ പോരാ. അവിടെ എന്താ കാരണം? മാർച്ച് 31 ആദ്യം വരുന്നത്. അപ്പോ ക്ലെയിമുകൾ പണമടയ്ക്കുന്നതിന് വ്യക്തമാക്കിയ തീയതി ചിലപ്പോൾ അതിൽ മാർച്ച് 31 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ തീയതി ആവാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന തീയതിയും മാർച്ച് 31 ആ രീതിയിൽ പറയാം. ഇപ്പൊ പ്രത്യേക തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് അടച്ചാൽ മതി. അല്ലെങ്കിൽ കുടിശ്ശിക വന്ന തീയതി മുതൽ 6 മാസത്തിലുള്ള അടയ്ക്കണം. അപ്പൊ ഇതിൽ ഏത് സമയപരിധിയാണ് ആദ്യം വരുന്നത് എന്നതിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടിശ്ശിക തീയതി എന്ന് പറയുന്നത്
2025 മെയ് 1 തീയതിയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് 2026 മാർച്ച് 31. കുടിശ്ശിക വന്ന തീയതി മുതൽ 6 മാസം തികയുന്നത് നവംബർ 1, 25. അപ്പോൾ മാർച്ച് 31 വരെ പോകാൻ പറ്റുമോ? ഇല്ല. കുടിശ്ശിക വന്ന തീയതി മുതൽ 6 മാസം ആകുന്ന ഡേറ്റാണ് ഇവിടെ ആദ്യം വരിക. അതുകൊണ്ട് ആ തീയതിയിൽ നമ്മൾ അടയ്ക്കണം. 3 കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഒന്നുകിൽ പണം അടയ്ക്കുന്നതിന് വ്യക്തമാക്കിയിട്ടുള്ള തീയതിയിൽ അടയ്ക്കണം. 2, കുടിശ്ശിക വരുന്നതിന്റെ ആ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം അടയ്ക്കുക. അത് മാർച്ച് 31, വരുന്ന മാർച്ച് 31 അടയ്ക്കുക. അല്ലെങ്കിൽ ഈ കുടിശ്ശിക ആയ തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അടയ്ക്കുക. ഇതിലേതാണോ ആദ്യം വരുന്നത്, മാർച്ച് 31 ആണോ 6 മാസമാണോ ആദ്യം വരുന്നത്, ആ തീയതിയിൽ അടയ്ക്കണം. അടുത്ത ചോദ്യം, അവധി ശമ്പളം ഉൾപ്പെടെ ശമ്പളത്തിന്റെ അലവൻസുകളുടെയും കുടിശ്ശിക സംബന്ധിച്ച പരിമിതിയുടെ കാലയളവ് എത്രയാണ്? ഒരു ജീവനക്കാരന്റെ ശമ്പളം, അലവൻസ് ഒക്കെ അതിന്റെ അരിയർ കിട്ടാൻ, കുടിശ്ശിക കിട്ടാനുള്ള പരമാവധി കാലയളവ് 5 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിരിക്കണമെന്നാണ്. ആൻസർ 5 വർഷമാണ്. നിരവധി തവണ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അരിയർ ക്ലെയിംസ് ഓഫ് പേ ആൻഡ് അലവൻസ് ഇൻക്ലൂഡിംഗ് ലീവ് സാലറി? ഇപ്പൊ ലീവ് സാലറിയും പേ ആൻഡ് അലവൻസ്, ലീവ് സാലറി ഇവ ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന്റെ കുടിശ്ശിക ക്ലെയിം ചെയ്യാനുള്ള പരമാവധി സമയം എന്ന് പറയുന്നത് 5 വർഷമാണ്. അടുത്ത ചോദ്യം, പുനർവിനിയോഗത്തിൽ ഡാഷ് ഫണ്ട് കൈമാറ്റം ഉൾപ്പെട്ടിരിക്കണം. അതായത് റീഅപ്രോപ്രിയേഷൻ ഷുഡ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം, ഒന്നുകിൽ ഒരു യൂണിറ്റ് വിനിയോഗം മറ്റൊന്നിലേക്ക്, അതായത് 1 യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ, അല്ലെങ്കിൽ 1 ഡീറ്റെയിൽഡ് ഹെഡ് ടു അനദർ, ഒരു ഡീറ്റെയിൽഡ് ഹെഡിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഈ 2 സാഹചര്യങ്ങളിലാണ് റീഅപ്രോപ്രിയേഷൻ ഉൾപ്പെടേണ്ടത്. ഒന്നുകിൽ 1 യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ, അല്ലെങ്കിൽ 1 ഡീറ്റെയിൽഡ് ഹെഡ് ടു അനദർ. ഇങ്ങനെയായിരിക്കണം റീഅപ്രോപ്രിയേഷൻ എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, റവന്യൂ റെസീറ്റ് ബജറ്റ് സർക്കാരിലെത്തേണ്ട തീയതി എപ്പോഴാണ്? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആൻസർ നവംബർ 30 ശേഷമല്ല എന്നാണ്. അതായത് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള തങ്ങളുടെ പ്രതീക്ഷിത റവന്യൂ വരവുകൾ സംബന്ധിച്ച ബജറ്റ് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ സർക്കാരിന് അഥവാ ധനകാര്യ വകുപ്പിന് സമർപ്പിക്കേണ്ടതുണ്ട്. ദ ഡേറ്റ് ബൈ വിച്ച് റവന്യൂ റെസീറ്റ് ബഡ്ജറ്റ് ഷുഡ് റീച്ച് ദ ഗവൺമെന്റ്, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട തലേ വർഷത്തെ തയ്യാറാക്കി കൊടുക്കേണ്ട എസ്റ്റിമേറ്റഡ് റവന്യൂ റെസീറ്റ്, അതായത് എത്ര വരുമാനം, പ്രതീക്ഷിത റവന്യൂ വരവ് എത്രയുണ്ട് എന്ന കാര്യത്തിലുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധാരണഗതിയിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന് സമർപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ചട്ടങ്ങൾ പ്രകാരം റവന്യൂ റെസീറ്റ് ബജറ്റ് സർക്കാരിലെത്തേണ്ട അവസാന തീയതി നവംബർ 30 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ അതുകൊണ്ട് നവംബർ 30 ഈ റവന്യൂ വരുമാനത്തെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റ് ധനവകുപ്പിന് നൽകണം. അടുത്ത ചോദ്യം, സാധാരണയായി ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് അഡ്വാൻസ് അനുവദിക്കുന്നതിനായി ബന്ധപ്പെട്ട അനുമതിയുടെ പകർപ്പുകൾ അക്കൗണ്ടന്റ് ജനറലിന് കൈമാറേണ്ടതില്ല. എജിക്ക് കൈമാറേണ്ട കേസുകൾ ഏതൊക്കെയാണ്? ഈ ജീവനക്കാർക്ക്, ഗസറ്റഡ് അല്ലാത്ത ജീവനക്കാർക്ക് ഏതെങ്കിലും അഡ്വാൻസ് അനുവദിച്ചാൽ അതിന്റെ കോപ്പിയൊന്നും എജിക്ക് കൈമാറണ്ട. എന്നാൽ എജിക്ക് കൈമാറേണ്ട ചില കോപ്പികളുണ്ട്. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് HBA അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി എജിക്ക് കൊടുക്കണം. മോട്ടോർ കാർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി എജിക്ക് കൊടുക്കണം. ഇനി സ്കൂട്ടറോ സൈക്കിൾ അഡ്വാൻസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പിയും എജിക്ക് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ഡിക്രിറ്റൽ ക്ലെയിമുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഡിക്രിറ്റൽ ക്ലെയിമുകൾ എന്ന് പറഞ്ഞാൽ ഈ കോടതി ഉത്തരവുകൾ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായി വന്നേക്കാവുന്ന ചെലവ്, അതാണ് ഈ ഡിക്രിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിക്രി എന്ന് പറഞ്ഞാൽ ഒരു കോടതി പുറപ്പെടുവിക്കുന്ന അന്തിമ ഉത്തരവിനെയോ വിധിയെയോ ആണ് ഡിക്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞാൽ, കോടതി വിധി പ്രകാരം സർക്കാർ ഓർക്കേണ്ടതായി വരുന്ന ഇത്തരം തുകകൾ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളെയാണ് ഡിക്രിറ്റൽ ക്ലെയിം എന്ന്
പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. സ്റ്റോറുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നതിന് ഫണ്ട് ലഭ്യമാണെന്നും പർച്ചേസുകൾ നടത്തുന്നതിന് മുമ്പായി ഡാഷ് സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്നും കാണേണ്ടത് ഓരോ പർച്ചേസിംഗ് ഓഫീസറുടെയും ചുമതലയാണ്, കടമയാണ്. പർച്ചേസിംഗ് ഓഫീസർ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെന്ന് സ്റ്റോർ ഫണ്ട് ലഭ്യമാകുന്നോ, പർച്ചേസുകൾ നടത്തുന്ന ഫണ്ട് ലഭ്യമാണെന്നോ ഒന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ, ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതാണ് പർച്ചേസിംഗ് ഓഫീസറുടെ കടമയാണ്. എന്ത്? ഭരണാനുമതി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇതിനുണ്ട് എന്ന കാര്യമാണ് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 3 ഭാഗമാണ്, 1/3 ഭാഗം മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. വളരെ സ്ലോ ആയിപ്പോയോ, ഡിസ്കഷൻ ഓവർ ആയിപ്പോയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് KFC ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നിർത്തുകയാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ പറയാം. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.